الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أيها الناس أوصيكم عباد الله وإياي بتقوى الله أعوذ بالله من الشيطان الرجيم فلله الحمد رب السماوات ورب الأرض رب العالمين وله الكبرياء في السماوات والأرض وهو العزيز الحكيم. സൃഷ്ടാവും പ്രപഞ്ചനാഥനുമായ അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് ആദ്യം എന്നോടും പിന്നീട് നിങ്ങളോടും വസിയത്ത് ചെയ്യുന്നു. പരമകാരുണ്യകനായ അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ. മാരകമായ രോഗങ്ങളിൽ നിന്ന്, അപകടങ്ങളിൽ നിന്ന്, പ്രയാസങ്ങളിൽ നിന്നെല്ലാം കരുണാമയനായ അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. പ്രിയ സഹോദരങ്ങളെ, സൂറത്തുൽ ഫാത്തിഹയുടെ മഹത്വവും പ്രാധാന്യവും കഴിഞ്ഞ ആഴ്ച നമ്മൾ ആരംഭിച്ചു. അതിൻ്റെ നാമങ്ങൾ തന്നെ അതിൻ്റെ പ്രാധാന്യം നമ്മൾ അറിയിക്കുന്നു. പരിശുദ്ധ ഖുർആൻ മുഴുവനും അള്ളാഹു ഫാത്തിഹയിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് എന്നും നാം പറഞ്ഞു വെച്ചു. അതിൽ നിന്ന് റബ്ബുൽ ആലമീനെയാണ് നമ്മൾ കഴിഞ്ഞ ആഴ്ച വിശദീകരിച്ചത്. അൽഹംദു വിശദീകരിച്ചില്ല. റബ്ബുൽ ആലമീൻ കൃത്യമായി മനസ്സിലാക്കിയാൽ മാത്രമാണ് അൽഹംദു കൃത്യമായി നമുക്ക് മനസ്സിലാവുക. അതുകൊണ്ടാണ് സൂറത്തു ജാസിയയിലെ 36-37 വചനങ്ങളാണ് നിങ്ങൾ ആമുഖമായി കേട്ടത്. ഫലില്ലാഹിൽ ഹംദ്. അപ്പോൾ എല്ലാ സ്തുതിയും അല്ലാഹുവിനാകുന്നു. റബ്ബിസ് സമാവാതി. ആകാശങ്ങളുടെ റബ്ബായ അല്ലാഹുവിനാകുന്നു അപ്പോൾ സർവസ്തുതി. വറബ്ബിൽ അർദ്. ഭൂമിയുടെ റബ്ബായ അല്ലാഹുവിനാകുന്നു സർവസ്തുതി. റബ്ബിൽ ആലമീൻ. സർവ ലോകങ്ങളുടെയും സർവ ലോകരുടെയും റബ്ബായ അല്ലാഹുവിനാകുന്നു സർവസ്തുതി. അപ്പോൾ നമ്മൾ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്നതിൻ്റെ മറ്റൊരു വിശദീകരണം ചേർന്ന ഒരു വചനമാണ് ജാസിയയുടെ വചനം എന്ന് അവിടെ അവസാനിപ്പിച്ചില്ല. അല്ലാഹ് വലഹുൽ കിബ്രിയാ. അല്ലാഹുവിനാകുന്നു മഹത്വം, വലിപ്പം, ഗാംഭീര്യം. കിബ്രിയാ എന്ന് പറയുമ്പോൾ എല്ലാ ആശയങ്ങളും കൊള്ളുന്നതാണ്. കബീർ, കിബിർ എന്നൊക്കെ നമ്മൾക്ക് പരിചയമുള്ള പദങ്ങളാണ്. എല്ലാ മഹത്വവും വലിപ്പവും ഗാംഭീര്യവും അല്ലാഹുവിനാകുന്നു. ഫിസ്സമാവാതി വൽ അർദ്. ആകാശങ്ങളിലും ഭൂമിയിലും എല്ലാ മഹത്വവും വലിപ്പവും അല്ലാഹുവിനാണ്. വഹുവൽ അസീസുൽ ഹകീം. അവൻ പ്രതാപശാലിയാണ്, അജയ്യനാണ്, യുക്തിജ്ഞനുമാകുന്നു.
ഇതാണ് ജാസിയയിലെ 2 കൊച്ചു വചനങ്ങൾ. പ്രിയപ്പെട്ടവരെ, റബ്ബിൻ്റെ മഹത്വം നാം തിരിച്ചറിഞ്ഞാൽ, ഒപ്പം നമുക്ക് അല്ലാഹു ചെയ്തുകൊണ്ടിരിക്കുന്ന അനുഗ്രഹങ്ങളെ കുറിച്ചൊരു ചിന്ത നമുക്കുണ്ടായാൽ, അള്ളാഹുവിനെ സ്തുതിക്കാൻ പറ്റാത്ത, അള്ളാഹുവിനെ ഓർക്കാൻ പറ്റാത്ത, അവന് ശുക്ർ ചെയ്യാൻ പറ്റാത്ത ഒരു നിമിഷവും നമ്മിലുണ്ടാവുകയില്ല. അത്രമാത്രം. പക്ഷേ നമുക്ക് കഴിവുകളുള്ളതോടൊപ്പം ചില കഴിവുകേടുകളുമുണ്ട് നമ്മുടെ സൃഷ്ടിപ്പിൽ തന്നെ. കാരണം മലായിക്കത്തുകളെ അല്ലാഹു സൃഷ്ടിച്ചത് നമ്മളെപ്പോലെയുള്ള ഉറക്കം, മയക്കം, ക്ഷീണം, രോഗം, വിശപ്പ്, ദാഹം ഇതൊന്നുമില്ലാത്ത അവസ്ഥയിലാണ്. ആ മലായിക്കത്തുകൾ രാവെന്നോ പകലെന്നോ ഇല്ലാതെ നിരന്തരമായി അല്ലാഹുവിനെ സ്തുതിച്ചുകൊണ്ടിരിക്കുന്നവർ, അല്ലാഹുവിനെ തസ്ബീഹ് ചെയ്തുകൊണ്ടിരിക്കുന്നവർ, അല്ലാഹുവിനെ റുക്കൂ ചെയ്തുകൊണ്ടിരിക്കുന്നവർ, അല്ലാഹുവിനെ സുജൂദ് ചെയ്തുകൊണ്ടിരിക്കുന്നവർ. ഖിയാമത്ത് നാളിൽ എല്ലാവരെയും മരിപ്പിക്കുമ്പോൾ അവസാനം മരിപ്പിക്കുക മലക്കുകളെ ആയിരിക്കുമല്ലോ. എല്ലാം അവസാനിക്കണമല്ലോ, അള്ളൊഴിച്ചല്ല. അപ്പം അവസാനം മലക്കുകളെ. ആ സന്ദർഭത്തിൽ മലക്കുകൾ പറയുന്ന കാര്യം പ്രവാചകവചനത്തിലൂടെ വിശദീകരിക്കപ്പെട്ടിട്ടുണ്ട്. റബ്ബേ, നിന്നെ സ്തുതിച്ച് നിന്നെ പ്രകീർത്തനം ഞങ്ങൾക്ക് മതിയായിട്ടില്ലല്ലോ. രാവെന്നോ പകലെന്നോ വ്യത്യാസമില്ലാതെ നിരന്തരമായി റബ്ബിനെ പ്രകീർത്തനം ചെയ്യുന്ന മലക്കുകൾ, റബ്ബേ നിനക്ക് മതിയായത്ര കീർത്തനങ്ങൾ ചെയ്യാൻ ഞങ്ങൾക്ക് സാധ്യമായിട്ടില്ലല്ലോ എന്നാണ് അവർ പറയുക. ആ മലക്കുകളെക്കാൾ ഉയർന്ന നിലയിൽ അള്ളാഹു ആദരിച്ച മനുഷ്യൻ, ആ മനുഷ്യന് അള്ളാഹു അനുഗ്രഹങ്ങൾ ചെറിയ മനുഷ്യൻ, ആ മനുഷ്യന് അള്ളാഹുവിനെ വേണ്ടത്ര സ്തുതിക്കാൻ കഴിയില്ല, കുഴങ്ങിപ്പോകും. വളരെ ശ്രദ്ധിക്കണം നിങ്ങൾ, ഇത് കുഴഞ്ഞു പോകും. കാരണം രോഗം ബാധിക്കുന്നവരാണ് മനുഷ്യര്, ഉറക്കം ബാധിക്കുന്നവരാണ്, മയക്കം, ക്ഷീണം ബാധിക്കുന്നവരാണ്. പ്രകൃതിപരമായ അടിസ്ഥാന ആവശ്യങ്ങൾ നിർവഹിക്കേണ്ടവരാണ് വിശക്കുന്നവരും ദാഹിക്കുന്നവരും മലമൂത്ര വിസർജനം ചെയ്യേണ്ടവരും ഒക്കെയാണ് മനുഷ്യൻ. മലക്കിന് സാധിക്കുന്ന പോലെ നമുക്ക് സാധിക്കില്ല. അപ്പോൾ അല്ലാഹു ചെയ്ത് നമ്മുടെ അനുഗ്രഹങ്ങൾക്കനുസരിച്ച് സ്തുതിക്കാൻ, പ്രകീർത്തിക്കാൻ കഴിയാതെ വരുമ്പോൾ റബ്ബുൽ ആലമീനായ തമ്പുരാൻ അവന്റെ റസൂൽ മുഖേന നമ്മുടെ ആശ്വാസത്തിന് ചില സ്തുതി കീർത്തനങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് പറയുമ്പോൾ ആ അൽഹംദുലിൽ ഇതെല്ലാം ഉൾക്കൊണ്ടിട്ടുണ്ട് എന്ന് ഞാൻ സൂചിപ്പിച്ചു. നമ്മുടെ മനസ്സ് പറയുന്നു പോരാ പോരാ, ആയിട്ടില്ലല്ലോ. അതുകൊണ്ട് അല്ലാഹുവിന്റെ റസൂലിലൂടെ അല്ലാഹു പഠിപ്പിച്ചു തരുന്നു, നിങ്ങൾ നമസ്കാരത്തിൽ റുകൂഇൽ എഴുന്നേറ്റാൽ എഴുത്തിതാലിൽ അല്ലാഹുവിനെ സ്തുതിക്കേണ്ടത് ഇങ്ങനെയാണ്: റബ്ബന വലക്കൽ ഹംദ് മിൽഅസ് സമാവാതി വമിൽഅൽ അർളി വമിൽഅ മാ ശിഅ്ത മിൻ ശൈഇൻ ബഅദ്. എന്താ അതിൽ പറഞ്ഞത്? നമ്മൾ സ്ഥിരം സ്തുതിക്കുന്നവരല്ലേ, 33 അൽഹംദുലില്ലാ എന്നൊക്കെ പറയുന്നവരല്ലേ. പിന്നെന്താ ഈ പറഞ്ഞത്? റബ്ബന വലക്കൽ ഹംദ്, അല്ലാഹുവേ റബ്ബേ ഞങ്ങളുടെ നാഥ നിനക്കാണ് സർവസ്തുതി. മിൽഅസ് സമാവാതി, ആകാശങ്ങൾ നിറയെ, 7 ആകാശങ്ങൾ നിറയെ സ്തുതി നിനക്കാണ്. വമിൽഅൽ അർള്, ഭൂമി നിറയെ സ്തുതി നിനക്കാണ് റബ്ബേ. നമുക്കറിയുന്ന ലോകം കഴിഞ്ഞു, പക്ഷെ സ്തുതി അവസാനിച്ചില്ല. വമിൽഅ മാ ശിഅ്ത മിൻ ശൈഇൻ ബഅദ്, എന്തൊക്കെ ഉണ്ടോ അതിനപ്പുറം നീ എന്തൊക്കെ ഉദ്ദേശിച്ചോ അതെല്ലാം നിറയെ സ്തുതി. അതാണ് ഈ ലോകത്ത് എന്തൊക്കെയുണ്ടോ, എന്ത് വസ്തുക്കളൊക്കെ ഉണ്ട്, എന്ത് ലോകമുണ്ടോ അതിനപ്പുറം റബ്ബേ നിനക്ക് ഉദ്ദേശിക്കാൻ കഴിയും. ആ ഉദ്ദേശിക്കുന്നതൊക്കെയും നിറയെ സ്തുതി നിനക്കാവുന്നു. നമ്മുടെ ജീവിതത്തിലെ സ്തുതി പോരാണ്ട് വരുമ്പോൾ
ആ സ്തുതിയെ ഒന്ന് വലിപ്പം വെപ്പിച്ചതാണ്. അവിടെയും റസൂലുള്ളാ നിർത്തിയില്ല. അത് നാം നിരന്തരമായിട്ട് ചെയ്തുകൊണ്ടിരിക്കല്ലേ. നിർബന്ധമായി 17 തവണ അറിഞ്ഞാറിഞ്ഞിട്ടാണോ എന്ന് അറിയില്ലട്ടാ, ചെല്ലുന്നുണ്ടല്ലോ അവർ. അത് അറിയുന്നുണ്ടോ എന്ന് അറിയുന്നില്ല. അതിനു കൂടി വേണ്ടിയാണ് ഇത് വിശദീകരിക്കുന്നത്. മിൽ സമാവാത്തി എല്ലാവർക്കും അറിയാം, എല്ലാം അറുതി അറിയാം. മിൽ മാശിത്തം ചെയ്യുമ്പോൾ ആ പിടികിട്ടാത്തത്. ഈ ലോകത്ത് എന്തെല്ലാം വസ്തുക്കളുണ്ടോ അതിനപ്പുറം നീ എന്തൊക്കെ ഉദ്ദേശിച്ചോ അതൊക്കെ ഇന്നറിയ സ്തുതി നിനക്ക്. ഇവിടെയും പോരാന്നല്ലേ ശരിക്കും ചിന്തിക്കുന്ന മനുഷ്യന് തോന്നുക. അതിനുവേണ്ടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സ്തുതി കീർത്തനം കൂടി പഠിപ്പിച്ചിരുന്നു. നിങ്ങൾ നോക്കൂ, ഇപ്പം തന്നെ പഠിക്കലട്ടാ. പ്രാർത്ഥനാ ബുക്കിലൊക്കെ ഇതുണ്ട്, അതവിടെ ഉണ്ടാവും. ഇപ്പം ഈ പള്ളിയിൽ ഇരുന്നിട്ട് ഈ കുത്തുബയുടെ സമയത്ത് പലതവണ ഞാൻ ആവർത്തിക്കും. അതുകൊണ്ട് ഇത് കുറേ പഠിക്കാനുള്ളതല്ല, ചെറുതാണ്. അത് നമ്മൾ നിരന്തരമായി രാവിലെയും വൈകിട്ടൊക്കെ റബ്ബിനെ കീർത്തനം ചെയ്യേണ്ടതാണ്. സുബ്ഹാനല്ലാഹി വബിഹംദിഹി, അത് നമുക്കറിയാം. സുബ്ഹാനല്ലാഹി വബിഹംദിഹി അദദ ഖൽഖിഹി വറിളാ നഫ്സിഹി വവസ്നത അർശിഹി വമിദാദ കലിമാതി. കൊച്ചു വചനങ്ങളാണ്, ഇപ്പം പഠിക്കണം. ഇനി ബുക്കിൽ നോക്കിയിട്ട് പഠിക്കാമെന്ന് തീരുമാനിക്കരുത്. ഈ കുത്തുവ അവസാനിക്കുന്നതിന് മുമ്പ് അത് ഇവിടെ ഇരിക്കുന്നവരൊക്കെയും പഠിക്കണം. സുബ്ഹാനല്ലാഹി വബിഹംദിഹി പരിചയമുള്ളതാണ്, പ്രത്യേകിച്ച് പഠിക്കാനില്ല, നമുക്ക് അറിയുന്നതാണ്. പിന്നെന്താ പുതിയത്? അദദ ഖൽഖിഹി വറിളാ നഫ്സിഹി വവസ്നത അർശിഹി വമിദാദ കലിമാതിഹി. എന്താണ് അതിൽ പറഞ്ഞത്? റബ്ബേ, നിന്നെ സ്തുതിക്കുന്നതോടൊപ്പം, വബിഹംദി നടക്ക് കാണൂലേ, എൻ്റെ അർത്ഥം നീ പറഞ്ഞ, നിന്നെ സ്തുതിക്കുന്നതോടൊപ്പം നിന്നെ ഞാൻ പ്രകീർത്തനം ചെയ്യുന്നു. എത്ര? അദദ ഖൽഖിഹി, അള്ളാന്റെ സൃഷ്ടികളുടെ എണ്ണം എത്രയാണോ നമുക്കറിയില്ല, എണ്ണി തീർക്കാനും കഴിയില്ല. എണ്ണിത്തീർക്കാൻ കഴിയാത്ത കോടാനുകോടി സൃഷ്ടിജാലങ്ങൾ. ഒരു സൂചി കുത്തുന്നിടത്ത്, ഒരു സൂചി മുട്ടുസൂചി കുത്തുന്ന പോയിന്റിൽ ലക്ഷക്കണക്കിന് അണുക്കൾ. അതല്ലാതെ സൃഷ്ടിയാണ്, അതല്ലാതെ സൃഷ്ടിയാണ്. അപ്പോൾ ആകാശഭൂമികളിലായി, ഭൂമിക്ക് പുറത്തും അകത്തുമായി എണ്ണി തീർക്കാൻ പറ്റാത്ത കോടാനുകൂടി സൃഷ്ടിജാലങ്ങളുണ്ട്. നമുക്കറിയില്ല, അള്ളാഹ്ക്കറിയാം. അതുകൊണ്ട് അള്ളാഹിന്റെ സ്തുതി പറയണം. അദദ ഖൽഖിഹി, അള്ളാഹിന്റെ സൃഷ്ടികളുടെ എണ്ണത്തിന് അത്രയും സ്തുതി റബ്ബേ നിനക്കാകുന്നു. വറിളാ നഫ്സിഹി, റബ്ബ് സ്വയം തൃപ്തിപ്പെടുന്നത് എത്രമാത്രമാണോ അത്രയും സ്തുതി റബ്ബേ നിനക്ക്. റബ്ബിന്റെ റിള ലഭിക്കാൻ എത്ര സ്തുതി ആവശ്യമാണോ അത്രയും സ്തുതിയാണ് നിനക്ക് റബ്ബേ. നമുക്കറിയില്ല എപ്പോഴാണ് നമ്മളെക്കുറിച്ച് റബ്ബ് തൃപ്തിപ്പെടുക. എത്ര സ്തുതിച്ചാലാണ്, എത്ര കീർത്തനം ചെയ്താലാണെന്ന് നമുക്കറിയില്ല, അള്ളാഹ്ക്കേ അറിയുള്ളൂ. അതുകൊണ്ട് റബ്ബ് തന്നെ വഹിയിലൂടെ റസൂലിനെ അറിയിച്ചിട്ട് ആ റസൂൽ നമുക്ക് പഠിപ്പിച്ചു തരാം. നമുക്ക് തോന്നുന്നത് നമ്മുടെ സ്തുതി അള്ളാഹ്ക്ക് വേണ്ടത്ര സ്തുതി കഴിയുന്നില്ല, കുഴഞ്ഞു പോവുകയാണ് നമ്മൾ, ദുർബലരാണ് നമ്മൾ. പിന്നെന്താ പറഞ്ഞത്? പിന്നെ അള്ളാഹിന്റെ അർശിന്റെ തൂക്കം എത്രയാണോ അത്രയും സ്തുതി നിനക്കാണ് റബ്ബേ. എത്രയാ തൂക്കം? അറിയില്ല. അള്ളാഹുടെ അർശിന്റെ തൂക്കം നമുക്കറിയോ? ഇല്ല. ഭൂമി മുഴുവൻ കണ്ടു കഴിഞ്ഞിട്ടില്ല, ഭൂമിയുടെ തൂക്കം കണക്കാക്കാൻ കഴിഞ്ഞിട്ടില്ല, ആകാശങ്ങൾ മുഴുവൻ കണ്ടു കഴിഞ്ഞിട്ടില്ല, ആകാശത്തിന്റെ വലിപ്പമോ തൂക്കമോ നമുക്കറിയില്ല. അങ്ങനെയുള്ള നമ്മൾ അർശിനെ, അള്ളാഹിന്റെ അർശ് മനസ്സിലാക്കാൻ വേണ്ടി ഇങ്ങനെ വിശദീകരിക്കപ്പെട്ടിട്ടുണ്ടത്. നമുക്കതിൻ്റെ വലിപ്പൊന്ന് മനസ്സിലാവാൻ വേണ്ടി. അതായത് 7 ആകാശങ്ങളും
ശ്രദ്ധിച്ച് മനസ്സിലാക്കിക്കോളൂ. 7 ആകാശങ്ങളും ഭൂമിയും അതിലെ മുഴുവൻ വസ്തുക്കളും സൃഷ്ടികളും അള്ളാഹുവിന്റെ കുർസിയുമായി താരതമ്യം ചെയ്താൽ, അർശല്ല കുർസി, ആയത്തുൽ കുർസിയിലുള്ള കുർസി, അള്ളാഹുവിന്റെ കുർസിയുമായി 7 ആകാശങ്ങളും ഭൂമിയും അതിലെ സർവവസ്തുക്കളും അള്ളാഹുവിന്റെ കുർസിയുമായി താരതമ്യം ചെയ്താൽ, ആ കുർസി അളന്നു തീർക്കാൻ പറ്റാത്ത വിശാലമായ മരുഭൂമി, അതിൽ ഒരു മോതിരത്തിന്റെ വട്ടക്കണ്ണി എങ്ങനെ ഉണ്ടാവും? സഹാറ മരുഭൂമിയിൽ ഒരു മോതിരം കിടന്നാൽ എത്ര ചെറുതാണ്. ആ മോതിരം ഏതാണെന്നറിയോ? 7 ആകാശങ്ങളും ഭൂമിയും അതിലെ വസ്തുക്കളും കൂടി കുർസി, അർശല്ല കുർസി. ആ കുർസി റബ്ബിന്റെ അർശുമായി താരതമ്യം ചെയ്താൽ വിശാലമായൊരു മരുഭൂമി അർശ്, അതിൽ ഒരു മോതിരക്കണ്ണി മാത്രം ഈ കുർസിയുടെ വലിപ്പം നമ്മളറിയും. ഇപ്പൊ ഒന്ന് കണക്കാക്കി നോക്ക്, എങ്ങനെ ഉണ്ടാവും? നമ്മുടെ സ്തുതി വലുതാക്കാൻ വേണ്ടി റബ്ബ് തന്നെ നമ്മളെ സഹായിക്കുകയാണ്. മനുഷ്യന് കഴിയില്ലെന്ന് വാക്കറിയാം. അതുകൊണ്ട് നമ്മുടെ സ്തുതി കീർത്തനങ്ങളുടെ വലിപ്പവും തൂക്കവും കൂടാൻ വേണ്ടി റബ്ബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ പഠിപ്പിച്ചു തരികയാണ്. 4-മത്തത് എന്താണ്? അള്ളാഹുവിന്റെ കലിമത്തുകൾ രേഖപ്പെടുത്താൻ എത്ര മഷി വേണ്ടി വരും, അത്രക്കും സ്തുതി നിനക്ക്. എങ്ങനെ അറിയാം എത്ര കലിമത്ത് അള്ളാഹുവിന്റെ? ആലോചിച്ച് നോക്കണം. ഒന്നുകൂടി ആ പ്രാർത്ഥന മറക്കണ്ട, ഞാൻ പറയാം. ഇപ്പം തന്നെ ഇരുന്ന് മനസ്സിൽ പഠിക്കണം. മനസ്സിൽ പറഞ്ഞോളൂ നിങ്ങൾ. സുബ്ഹാനല്ലാഹി വബിഹംദിഹി അദദ ഖൽഖിഹി വരിളാ നഫ്സിഹി വവസ്നത അർശിഹി വബിദാദ കലിമാതിഹി. ആ മിദാദ് ഖുർആനിൽ എവിടെയോ നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ. അത് നമുക്ക് അർശ് പോലെ കുർസി പോലെ അത്രയും അപരിചിതമല്ല. അള്ളാഹുവിന്റെ കലിമത്തിന്റെ വലിപ്പം നമ്മൾ അൽ കഹ്ഫ് പാരായണം ചെയ്യുന്നവരെ വെള്ളിയാഴ്ച അൽ കഹ്ഫിലെ ലാസ്റ്റ് ആയത്തിന്റെ തൊട്ടു മുമ്പായി ഖുൽ ലൗ കാനൽ ബഹ്റു മിദാദൻ ലികലിമാതി റബ്ബി ലനഫിദൽ ബഹ്റു ഖബ്ല അൻ തൻഫദ കലിമാതു റബ്ബി വലൗ ജിഅനാ ബിമിസ്ലിഹി മദദാ. ഓർമ്മ വരും. അൽ കഹ്ഫ് നിരന്തരം വെള്ളിയാഴ്ചകളിൽ പാരായണം ചെയ്യുമ്പോൾ ഈ ആയത്ത് കൂടി നമ്മൾ പഠിക്കുമല്ലോ. ഇപ്പോൾ നമ്മൾ അള്ളാഹുവിനെ സ്തുതിച്ചതിന്റെ വലിപ്പത്തെക്കുറിച്ച് ഒരു ധാരണ നമുക്ക് കിട്ടും. എന്താ ഇവിടെ പറഞ്ഞത്? ഖുൽ, നബിയെ പറഞ്ഞു കൊടുക്കൂ, ലൗ കാനൽ ബഹ്റു മിദാദൻ ലികലിമാതി റബ്ബി, സമുദ്രങ്ങളിലെ വെള്ളമെല്ലാം മഷിയാക്കപ്പെട്ടു. ലികലിമാതി റബ്ബി, എൻ്റെ റബ്ബിന്റെ കലിമത്തുകൾ രേഖപ്പെടുത്താൻ. നമ്മളൊരു കുപ്പി മഷി മേടിച്ചാൽ എത്ര കാലം എഴുതാം? ആലോചിച്ച് നോക്ക്. എത്ര സമുദ്രങ്ങളുണ്ട്? 7 മഹാസമുദ്രങ്ങളിലെ വെള്ളം മുഴുവൻ മഷിയാക്കപ്പെട്ടു എന്ന് വിചാരിക്കുക. ലനഫിദൽ ബഹ്റു, ആ മഷിയെല്ലാം വറ്റിത്തീരും, എഴുതിത്തീരും. അള്ളാന്റെ കലിമത്ത് മുഴുവൻ എഴുതി തീർക്കാനുള്ള മഷി ഉണ്ടാവില്ല. 7 മഹാസമുദ്രങ്ങളിലെ വെള്ളം അത്ര മഷി ഉണ്ടായാൽ ഖബ്ല അൻ തൻഫദ കലിമാതു റബ്ബി വലൗ ജിഅനാ ബിമിസ്ലിഹി മദദാ. പോരാ, അള്ളാന്റെ കലിമത്തുകൾ എഴുതി തീരുന്നതിന് മുമ്പ് 7 സമുദ്രങ്ങളിലെ ആ മഷി എഴുതിത്തീരും, വറ്റിത്തീരും. വലൗ ജിഅനാ ബിമിസ്ലിഹി മദദാ. വീണ്ടും 7 സമുദ്രങ്ങളിലെ മഷി സഹായകമായി കൊണ്ടുവന്നാലും 2 തവണ കൊണ്ടുവന്നാലും മഷി തീരും, അള്ളാഹുവിന്റെ കലിമത്ത് തീരില്ല. നമ്മുടെ സങ്കല്പങ്ങൾക്ക് അപ്പുറമാണത്. സൃഷ്ടിയായ ഏഴയായ നമുക്ക്, ദുർബലനായ ഒരു കൃമികീടമായ നമുക്ക്, എല്ലാ കിബിരിയാവുമുള്ള മഹത്വമുള്ള
റബ്ബിന് കണക്കാക്കേണ്ട മഹത്വം ഒരു കണക്കാക്കിയില്ല എന്ന് കാഫിറുകളെ കുറിച്ച്, മുശ്രിക്കുകളെ കുറിച്ച് അള്ളാഹ് ആക്ഷേപിച്ചത് വെറുതെയല്ല. ഈ നിസ്സാരനായ മനുഷ്യനെ പോലെ അള്ളാഹ്ക്ക് പങ്കു കേൾക്കല്ലേ? അള്ളാഹ് സൃഷ്ടിച്ച് ഇതുപോലത്തെ എല്ലാ നമ്മളെ പോലുള്ള ഉറക്കവും ക്ഷീണവും രോഗവും ഒക്കെ വരുന്ന മനുഷ്യന്മാരെ അള്ളാഹ്ക്ക് പകരം പ്രാർത്ഥിക്കാൻ പറ്റുന്ന ആളാക്കി മാറ്റല്ലേ? അള്ളാഹുവിന് കണക്കാക്കേണ്ട മഹത്വം അവർ കണക്കാക്കിയിട്ടില്ല എന്ന് അള്ളാഹ് പറയുന്നു. പ്രിയ സഹോദരങ്ങളെ, ആ പ്രാർത്ഥന ഒന്നുകൂടി പറയാം. സുബ്ഹാനല്ലാഹി വബിഹംദിഹി അദദ ഖൽഖിഹി വരിളാ നഫ്സിഹി വവസിനത അർശി വമിദാദ കലിമാതി. അള്ളാഹുവിനെ സാധ്യമായത്ര സ്തുതിക്കാൻ, അതുവഴി അള്ളാഹുവിൻ്റെ പ്രീതി നേടാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ്. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്. അയ്യുഹന്നാസ് ഊസിക്കും ഇബാദല്ലാഹി വഇയ്യായ ബിത്തഖ്വല്ലാഹ്. അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി എന്നെ നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നു. പ്രിയ സഹോദരങ്ങളെ, ഒരു പ്രത്യേക കാര്യം, ഇപ്പം ശബ്ദമൊന്നുമില്ല. കഴിഞ്ഞ ആഴ്ച സ്ത്രീകളുടെ ഭാഗത്ത് കുട്ടികളുടെ കരച്ചിൽ ഒക്കെ കേട്ടിരുന്നു. ഇവിടെയും ചില കുട്ടികൾ സംസാരിച്ചു. ശ്രദ്ധിക്കുക, കുട്ടികളെ കൊണ്ടുവരണം, കുട്ടികളെ കൊണ്ടുവരണം. മഹാപുണ്യാണ്. ആ കുട്ടികളെ കൊണ്ട് തന്നെ ഉമ്മാക്കും പുണ്യാണ്. ആ ജുമയുടെ പുണ്യം ഉമ്മാക്കും ഉപ്പാക്കൊക്കെ കിട്ടും. പക്ഷെ ആ കൊണ്ടുവന്ന ഉമ്മ എപ്പോഴും ആ കുട്ടിയെക്കുറിച്ച് ജാഗ്രത പാലിക്കണം. അടുത്തുനിന്ന് മാറ്റരുത്. കരയുമ്പോൾ നിസ്കാരത്തിൽ പോലും എടുത്തു നിന്ന് നിസ്കരിക്കാമെന്ന് സ്ത്രീകൾ മനസ്സിലാക്കും. നിസ്കരിക്കുമ്പോൾ പോലും കുട്ടിയെ എടുത്ത് നമസ്കരിക്കാം എന്ന് സ്ത്രീകൾ പ്രത്യേകം മനസ്സിലാക്കുക. അതുപോലെ ഇവിടെ ഇരിക്കുമ്പോൾ മുതിർന്നവർ അടുത്തിരിക്കുന്നവർ ശ്രദ്ധിക്കുക. അള്ളാഹു നമ്മളെ അനുഗ്രഹിക്കട്ടെ. പ്രിയ സഹോദരങ്ങളെ, ഇതേ കാര്യം അള്ളാഹിൻ്റെ കലിമത്തിനെ സംബന്ധിച്ച്, മഷിയെ സംബന്ധിച്ച് മറ്റൊരു സൂറത്തിലും അള്ളാഹ് പറയുന്നുണ്ടല്ലോ. സൂറത്തുൽ ലുഖ്മാൻ 27-ാമത്തെ. അവിടെ ഒരു കാര്യം കൂടി ചേർത്താണ് പറയുന്നത്. വലൗ അന്നമാ ഫിൽ അർളി മിൻ ശജറത്തിൻ അഖ്ലാമൻ. പേനയെ കൂടി ചേർന്നു. മഷി മാത്രമല്ല, കഹ്ഫിൽ മഷിയെക്കുറിച്ച് മാത്രമേ പറഞ്ഞുള്ളൂ. ഈ സൂറത്തുൽ ലുഖ്മാനിൽ പേന, എഴുതുന്ന പേനയെക്കുറിച്ച് പറയും. എന്താ പറയുന്നത്? ഭൂമിയിലുള്ള മരങ്ങളല്ലോ പേനയാക്കപ്പെട്ടു എന്ന് വിചാരിക്കാം. ഒരു പേനക്ക് വണ്ണത്ര, ഒരു പെൻസിലിൻ്റെ വണ്ണം. അപ്പോൾ ഒരു വലിയ മരത്തിൽ നിന്ന് എത്ര പേന ഉണ്ടാവും? ഒരു പറമ്പിൽ എത്ര മരമുണ്ട്? ഒരു കാട്ടിലെത്ര മരമുണ്ട്? ഈ ഭൂമിയിൽ എത്ര കാടുകളുണ്ട്? നമുക്ക് കണക്കാക്കാൻ പറ്റില്ല. അതിലെ മരങ്ങളെല്ലാം പേനകളാക്കപ്പെട്ടാലും 7 സമുദ്രങ്ങളിലെ വെള്ളം മഷിയാക്കപ്പെടുകയും വീണ്ടും വീണ്ടും അതിനെ സഹായകമായി 7 സമുദ്രങ്ങളിലെ വെള്ളം കൊണ്ടുവന്നാലും അള്ളാന്റെ കലിമത്തുകൾ എഴുതിത്തീരുകയില്ല. ഇന്നല്ലാഹു അസീസുൻ ഹകീം. നിശ്ചയമായും അള്ളാഹു അസീസാണ്, അജയ്യനാണ്, ഇസ്സത്തുള്ളവനാണ്, ഹക്കീമാണ്, യുക്തിമാനാണ്. അപ്പോഴാണ് നമുക്ക് നമ്മൾ വലിയ അധികം ഇബാദത്തുകളൊന്നും ചെയ്യുന്നില്ല എന്ന് നമുക്ക് ബോധ്യം വരാം. ഫാത്തിഹ ഓതുമ്പോൾ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഓതുമ്പോൾ എന്തെല്ലാം കാര്യങ്ങളാണ് അതിൽ കൊള്ളിച്ചിട്ടുള്ളത്. മനപ്പാടമുള്ളത് കൊണ്ട് നമ്മളിത് പറഞ്ഞു പോവുക പോരാ. ആ റബ്ബിൻ്റെ വലിപ്പത്തിൻ്റെ മുമ്പിൽ ചെറിയവനായി, എളിയവനായി, വിനീതനായി, ഖുശൂ ഉള്ളവൻ എന്നൊക്കെ പറയാറില്ല നമ്മൾ. ഖുശൂ ആ രീതിയിൽ സുജൂദ് ചെയ്യുന്ന ഭാഗത്തേക്ക് നോക്കി വിനീതനായി നിന്നുകൊണ്ടാണ് റബ്ബിനോട് ഇത് പറയേണ്ടത്. അതുകൊണ്ടാണ് തുടർന്ന് നമ്മൾ പറയാൻ പോകുന്നതൊക്കെ ഫാത്തിഹയെ സംബന്ധിച്ചാണ്. അടുത്തത് റഹ്മാൻ റഹീം, അങ്ങനെ ഓരോന്ന്. അതുകൊണ്ടാണ്
ജുമഅ മിസ്സാക്കരുത് എന്ന് പറയുന്നത്. പരമാവധി മുടങ്ങാതെ. നിവൃത്തിയില്ലാതെ വന്നാൽ ഒരു നിവൃത്തിയില്ല. പക്ഷെ സാധാരണഗതിയിൽ ഈ ഫാത്തിഹയെങ്കിലും കൃത്യമായി പഠിക്കാൻ, അതിൻ്റെ മഹത്വം ശരിക്ക് ബോധ്യപ്പെടാൻ. അപ്പോൾ അള്ളാഹുവിൻ്റെ അറിവിൻ്റെ വലിപ്പം അനുസരിച്ചാണ് അള്ളാഹിൻ്റെ കെലിമത്തിൻ്റെ വലിപ്പം കൂടിയത്. അള്ളാഹ് പറയാണ് വഇൻദഹു മഫാത്തിഹുൽ ഗൈബ്, എല്ലാ ഗൈബിൻ്റെയും അദൃശ്യജ്ഞാനത്തിൻ്റെയും താക്കോൽ അള്ളാഹുവിൻ്റെ കയ്യിലാണ്. ലാ യഅലമുഹാ ഇല്ലാ ഹുവ, തീർത്തു പറയാണ് അള്ളാഹ്. ഗൈബ് അല്ലാതെ ആരും അറിയില്ല. ഖുർആനിൽ എത്ര തവണ അത് വന്നിട്ടുണ്ട്. എന്നിട്ട് ഇപ്പോഴും നമ്മളെ ആൾക്കാർ അയാൾക്കറിയാം, മറ്റേ ഭാവി പറയും, മറ്റാൾ ഇങ്ങനെ പറയും, സംഭവിച്ച കാര്യം പറയും എന്നൊക്കെ പറഞ്ഞിട്ട് ബീവിമാര് തങ്ങന്മാരും ജ്യോത്സ്യന്മാരും ഇതൊക്കെ പോയിക്കൊണ്ടിരിക്കല്ലേ. അള്ളാഹ് തീർത്തു പറയുന്നു, അള്ളാഹ്ക്കല്ലാതെ ഗൈബ് അറിയില്ല. കരയിലും കടലിലുമുള്ളതെല്ലാം എന്താണെന്നും അള്ളാഹുവിനറിയാം. ഒരു മരത്തിന്റെ ഇല പോലും താഴോട്ട് വീഴുന്നില്ല അള്ളാഹു അറിയാതെ. സുബ്ഹാനല്ലാഹ്, അല്ലാഹു അക്ബർ. എത്ര മരമുണ്ട്, എപ്പൊക്കെ വീണുകൊണ്ടിരിക്കണ്ടല്ല ഒരു മരം. പിന്നെ ഞാൻ ചെയ്യുന്നത് അള്ളാഹ് അറിയില്ലാന്ന് വിചാരിക്കണം. എങ്ങനെ പറ്റിയ സഹോദരങ്ങളെ, ഞാൻ എന്നെപ്പോലത്തെ ഒരു മുത്ത മനുഷ്യൻ, അതൊന്നും ഇപ്പോൾ 850 കോടി മനുഷ്യരുടെ ഇടയിൽ ഇപ്പോൾ ഒരാളെ കാര്യമൊക്കെ അള്ളാഹ് അങ്ങനെ നോക്കിയിരിക്കുകയാണോ? ഒരു മരത്തിന്റെ ഇല പോലും അള്ളാഹ് അറിയാതെ ഭൂമിയിലേക്ക് പതിക്കുന്നില്ല. വലാ ഹബ്ബത്തിൻ ഫീ ദുലുമാത്തിൽ അർളി വലാ റത്ബിൻ വലാ യാബിസിൻ ഇല്ലാ ഫീ കിതാബിൻ മുബീൻ. ഭൂമിയുടെ പുറത്തോ ഭൂമിയുടെ അകത്തോ പച്ചയോ ഉണക്കയോ ആയ ഒരു ധാന്യമണിയും ഇല്ല. ഇല്ലാ ഫീ കിതാബിൻ മുബീൻ, വ്യക്തമായും അല്ലാഹുവിന്റെ രേഖയിൽ രേഖപ്പെടുത്താത്ത ഒരു അരിമണിയില്ല, ഒരു ഗോതമ്പ് മണിയില്ല, ഒരു കടുക് മണിയുമില്ല. കളിക്കരുത്, അള്ളാന്റെ റിസ്ക് കൊണ്ട് കളിക്കരുത്. നമ്മൾ തിന്നുന്ന അന്നല്ലേ, അതുകൊണ്ട് കളിക്കരുത്. അത് കളിക്കാനുള്ള വസ്തുവല്ല, കാണിക്കാനുള്ള വസ്തുവല്ല, വിശപ്പ് മാറ്റാനുള്ള റബ്ബ് നൽകുന്ന റിസ്ക്കാണ്. പൊങ്ങച്ചം കാണിക്കാനുള്ളതെല്ലാം. ഓരോ അരിമണിക്കും റബ്ബിന്റെ അടുക്കൽ കണക്കുണ്ട്. ഓരോ ഗോതമ്പ് മണിക്കും റബ്ബിന്റെ അടുക്കൽ കണക്കുണ്ട്. ഓരോ പഴത്തിനും ഓരോ മുന്തിരിക്കും കണക്കുണ്ട്. ഇല്ലാ ഫീ കിതാബിൻ മുബീൻ, അള്ളാഹിന്റെ രേഖയിൽ ഇല്ലാതെ ഇല്ല. അള്ളാഹു നമുക്ക് സംഭവിച്ച വീഴ്ചകൾ പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. ഇനിയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചല്ല സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അലീം. എന്താ പറഞ്ഞ റസൂലിനെ കുറിച്ച്? നാവിന് പറയാൻ എളുപ്പമുള്ളതും മീസാനിൽ അങ്ങേയറ്റം കനം തൂങ്ങുന്നതും റഹ്മാനായ റബ്ബിന് അങ്ങേയറ്റം ഇഷ്ടപ്പെട്ട ഒരു സ്തുതി കീർത്തനം. 3 കാര്യം പറഞ്ഞത് ഇതിനെ കുറിച്ച്. സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അലീം. എന്താണ് പറയാൻ വളരെ എളുപ്പം, മീസാനിൽ വലിയ തൂക്കം, റഹ്മാനായ റബ്ബിന് വളരെ പ്രിയപ്പെട്ട ഒരു ഹംദാണ്, തസ്ബീഹാണ് അത്. അപ്പോ നമ്മൾ പറയുന്ന ഹംദ് പോരാതെ വരുമ്പോൾ നമുക്ക് കൂടുതൽ, അപ്പോഴും മനുഷ്യരല്ലേ നമ്മൾ, മലക്കുകളല്ല. അപ്പം എന്താ ചെയ്യേണ്ടത്? നമുക്ക് ഉറങ്ങണ്ടേ? വേണം. രോഗം വരില്ലേ? ക്ഷീണം, മയക്കം, ഓർമ്മക്കുറവ്, മറവിയൊക്കെ സംഭവിക്കില്ലേ? ഭക്ഷണം കഴിക്കണ്ടേ? ഉപജീവനം തേടി പോണ്ടേ? എന്താ വേണ്ടത്? പോരാ, നമുക്കറിയാം. റബ്ബ് എനിക്ക് നൽകിയ അനുഗ്രഹങ്ങൾക്കനുസരിച്ച് സ്തുതിക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടില്ല എന്ന് നമുക്കറിയാം. എന്താ വേണ്ടത്? ഒരൊറ്റ വഴിയുണ്ട്. ജീവിതത്തിലെ മുഴുവൻ മേഖലകളിലും ഏതൊരു പ്രവൃത്തി ചെയ്യുമ്പോഴും, അത് നമ്മുടെ റിസ്കിന് വേണ്ടി ഉപജീവനം തേടി പോകുന്ന പണിയായിരുന്നാലും, തൊഴിലായിരുന്നാലും, കൃഷിയായിരുന്നാലും, കച്ചവടമായിരുന്നാലും, മറ്റേത് മേഖലയിൽ നാം നിരന്തരാകുമ്പോഴും റബ്ബിന്റെ ദിക്ർ നഷ്ടപ്പെടരുത്, റബ്ബിനോടുള്ള ശുക്ർ നഷ്ടപ്പെടരുത്. അവനെ സ്തുതിക്കുന്ന മനസ്സുമായി സമീപിക്കണം എല്ലാത്തിനെയും.
ഇവിടെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക. പള്ളി വെച്ചൊക്കെ ഓക്കെ, നിൽക്കരിക്കുമ്പോൾ ഒക്കെ. ഇനി ഞാൻ ഇപ്പം അങ്ങാടിയിലാണ്, അവിടെ കച്ചവട സ്ഥലത്താണ്, ഞാൻ പാടത്തെ വയലിലാണ്, കൃഷിയിലാണ്, എൻ്റെ ജോലിയിലാണ്. അവിടെ ഇനി ഒരു സ്ഥാനമൊന്നുമില്ല, പറ്റൂല. നമ്മൾ സ്തുതിച്ചത് പോരാ. അതുകൊണ്ട് ഭക്ഷണം കഴിക്കുമ്പോൾ കഴിച്ചു കഴിഞ്ഞിട്ട് സ്തുതിക്കൂലേ നമ്മൾ? എന്തിന്? ബാത്റൂമിൽ നിന്ന് പുറത്തു വരുമ്പോൾ സ്തുതിക്കാണ്. ബാത്റൂമിൽ വെച്ച് ഒന്നും പറ്റൂല്ലോ, പ്രകീർത്തനൊന്നും പറ്റൂല, ഓതാനൊന്നും പറ്റൂല. അവിടെ നിന്ന് പുറത്തു വരുമ്പോൾ അൽഹംദുലില്ലാ, റബ്ബേ നിന്നോട് ഞാൻ പൊറുക്കലിനെ ചോദിക്കുന്നു, നിനക്ക് സർവസ്തുതി. നിത്യ ജീവിതത്തിൽ അള്ളാഹുവിനെ ആ വാക്കുച്ചരിക്കുന്നില്ലെങ്കിലും നാം ഏർപ്പെടുന്ന ഇടപാടുകളിൽ അള്ളാഹുവിനെ ഓർമ്മയുണ്ടായിരിക്കണം, മറക്കരുത്. ശുക്റുള്ളവനായിരിക്കണം എല്ലാ വിഷയത്തിലും, അപ്പോഴും മറക്കരുത്. ആ മറക്കാതെ ജീവിതത്തെ, ജീവിത സമീപനങ്ങളിൽ അള്ളാഹുവിനെ ഓർക്കുന്ന, ശുക്ർ ചെയ്യുന്ന, സ്തുതിക്കുന്ന മനസ്സുമായി, ഹൃദയവുമായി നാം ജീവിക്കണം. അള്ളാഹു അതിന് നമുക്ക് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, റമദാനിക്ക് ഇപ്പോൾ സ്ഥാപനങ്ങൾക്കൊക്കെ സംഭാവന കൊടുത്തു. നമ്മൾ ചില രോഗികൾക്ക് നമ്മൾ സംഭാവന കൊടുത്തു. പള്ളി, മദ്രസ, അറബിക്കുക അങ്ങനെയുള്ള യതീംഖാന അതിനൊക്കെ കൊടുത്തു. ഇപ്പം ഈ കേട്ട വർത്താനങ്ങളില്ലേ, ഇത് മനുഷ്യരെ പഠിപ്പിക്കുന്ന ദഅവത്തിന് എന്ത് ചെലവാക്കി നമ്മൾ. അൽഹംദുലില്ലാ, പള്ളിക്ക് കൊടുക്കാൻ പറ്റിയ, മദ്രസക്ക് ഒക്കെ നല്ലത് യതീംഖാനൊക്കെ നല്ല കാര്യങ്ങൾ. പാവപ്പെട്ടവന്, വിശക്കുന്നവന്, രോഗിക്കൊക്കെ കൊടുത്തത് നല്ലത്. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. ഈ ഭൗതിക തിരക്കിൽ ജീവിക്കുന്ന മനുഷ്യരെ ഈ ചിന്തയിലേക്ക്, റബ്ബിനെ ഓർക്കാനുള്ള ചിന്തയിലേക്ക്, റബ്ബിന് ശുക്ർ ചെയ്ത് ജീവിക്കണമെന്ന് ഓർമ്മപ്പെടുത്തല്ല. അതിനാണ് ദഅവത്ത്. ആ ദഅവത്തിന് കൂടി അത് സാധാരണ ശ്രദ്ധയിൽ വരില്ല നമ്മളെ. അതുകൊണ്ട് ഇന്ന് വെച്ചിട്ടുള്ള ബക്കറ്റ് KNMന്റെ ദഅവാ വിങ്ങിന് വേണ്ടിയുള്ള സംഭാവനയാണ് ഇന്ന് പുറത്തു വെച്ചിട്ടുള്ള ബക്കറ്റിൽ നിങ്ങൾ നിക്ഷേപിക്കുന്നത്. അള്ളാഹു നമ്മളെ അനുഗ്രഹിക്കട്ടെ. നമ്മുടെ വിവാദത്തുകൾ, ദാനകർമ്മങ്ങൾ എല്ലാം അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. നമുക്ക് സംഭവിച്ചു പോയ വീഴ്ചകൾ, തെറ്റുകുറ്റങ്ങൾ അള്ളാഹു പുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയവർക്ക് അള്ളാഹു പുറത്തു കൊടുക്കുമാറാകട്ടെ. നമ്മിൽ രോഗികളായിട്ടുള്ള ആളുകൾക്ക് പരിപൂർണ ശിഫ നൽകി അനുഗ്രഹിക്കട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ-അഹ്യാഇ മിന്നാ വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين برحمتك يا رب.